നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാലവർഷം ചടയമംഗലത്ത് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡ് വഴി സൈഡിൽ കൂടി നടുക്കുന്നിലേക്ക് കയറി പോകുന്ന ഒരു കുറച്ച് മറയ്ക്കാതിരിക്കുന്നു പോകുന്ന റോഡിലാണ്. അവിടെ ഒരു ആൽമരം ഈ കാറ്റത്ത് ഇളകി വീഴുകയും പൊടിഞ്ഞു വീഴുകയും ഇവിടെ ഗതാഗത തടസ്സവും അതുപോലെ വൈദ്യുതിയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു കുറ്റം മരമാണ് ഇവിടെ, ഒരാൽമരമാണ്. വലിയ നാശനഷ്ടമാണ് ഈ പരിസരത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെട്ടക്കുറവ് മൂലമാണ്, കാരണം കറണ്ടില്ല. കറണ്ട് പുനഃസ്ഥാപിക്കുവാൻ സമയങ്ങളെടുക്കും. കാലവർഷം ഇവിടെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ചടയമംഗലത്ത് വലിയ ഭീകരാന്തരീക്ഷമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചടയമംഗലം ബിവറേജസ് റോഡിലാണ് ഈ ആൽമരം പുഴുതു വീണ് കിടക്കുന്നത്. ഗതാഗത തടസ്സവും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ട് ആയിരിക്കുകയാണ്. ഈ നടുക്കുന്നിലേക്ക് പോകാനുള്ളവർ പോലും മറ്റൊരു വഴിയിൽ കൂടി കടന്നു പോകേണ്ട അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഈ മഴക്കാലത്ത് ഈ നടുക്കുന്ന റോഡിലേക്ക് അല്ലെങ്കിൽ ബിവറേജ് റോഡിലേക്ക് നടന്നു വരുന്ന കുറച്ച് ഭാഗം വെള്ളക്കെട്ടാൽ ഒരു കാരണവശാലും കാൽനടക്കാർക്കോ വാഹനങ്ങൾക്കോ കടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി ഇപ്പോൾ ഇവിടെ സംജാതമായിട്ടുണ്ട്. മണ്ണ് ഗവേഷണ കേന്ദ്രത്തിലെ കോമ്പൗണ്ടിൽ നിന്ന ഒരു വലിയ ആൽമരമാണ് ഇപ്പോൾ ഉണ്ടായ കാറ്റിൽ ഇളകി പുഴുത് മറിഞ്ഞ് റോഡിലേക്ക് വന്നത്. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റും റോഡിന് കുറുകെ വീണിട്ടുണ്ട്. യാതൊരു കാരണവശാലും യാത്രക്കാർ ശ്രദ്ധിക്കുക. വൈദ്യുതി ഇല്ല എങ്കിൽ പോലും ശ്രദ്ധിക്കുക. രാത്രികാലങ്ങളിൽ ഈ വഴി നടന്നു വരുന്നവർ ശ്രദ്ധിക്കുക. അവിടെ ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റും അതുപോലെ തന്നെ ഈ ആൽമരവും കാറ്റത്ത് പുഴുത് വീണ് റോഡിൽ തന്നെ കിടപ്പുണ്ട്. ഇതുവഴി കാൽനട യാത്രക്കാർ ഒരു കാരണവശാലും കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ കടന്നു വരരുത്. കാരണം ആ പോസ്റ്റ് കിടക്കുന്നത്, ഇലക്ട്രിക് പോസ്റ്റ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവീത് കാൽനട യാത്രക്കാർ ഈ ലൈവ് കാണുന്ന ദർശനം കാണുന്ന യാത്രക്കാർ സൂക്ഷിക്കേണ്ടതാണ്. ആ വെട്ടം ആ മരത്തിലേക്ക് നടിച്ചു ഒന്ന് കാണാത്ത ആൾക്കാരെ കാണത്തെ ഇതാണ് ഈ ആൽമരം. ഇത് മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്നതാണ്. അത് റോഡിന് കുറുകെ വീണ് യാത്ര തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയൊരു ആൽമരമാണ് കാറ്റത്ത് പൊഴുത് റോഡിൽ വീണ് കിടക്കുന്നത്. യാത്രക്കാർ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അതിൻ്റെ ചുവട് നമ്മളൊന്ന് കാണിച്ചു തരാം. ചുവട് ഭാഗമാണ് കേട്ടോ. വലിയ പടുകൂറ്റം മരമാണ്. ഒരു കുറേ സമയങ്ങളെടുക്കും ഇത് ഈ റോഡിൻ്റെ നിന്ന് മുറിച്ച് മാറ്റി കളയുവാൻ. എന്തായാലും ബന്ധപ്പെട്ടവർ രാവിലെ കൃത്യമായും ഇതിൽ ശ്രദ്ധിക്കും എന്നറിയുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം 3-4 വീടുകളോളം പരിപൂർണമായും ഈ കാലവർഷത്തിൽ തകർന്നു പോയിട്ടുണ്ട്. അതിൽ 2 വീടുകളോളം ഞങ്ങൾ സാക്ഷി TV വാർത്തയിൽ എത്തിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തകർന്നു പോയി. പൂർണ്ണമായും ആ വീടുകൾ മേൽക്കൂരകൾ തകരുകയും ഇടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇന്ന് ചടയമംഗലത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതുപോലെ മരങ്ങൾ കാറ്റത്ത് പുഴുത് വീണ് കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇവിടെ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന വഴിക്ക് ഈ വെള്ളക്കെട്ട്, ഈ തടുക്കുന്ന റോഡിലേക്ക് വരുന്ന വഴിക്ക് വെള്ളക്കെട്ട് തുടങ്ങുന്ന ഭാഗത്തായി റോഡിന് കുറുകെയായി അതും മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ്. ഇതുപോലെ വാഹനങ്ങൾ വരരുത്. ഒരു കാരണവശാലും ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരോട് നമ്മൾ പറയുന്നത് ഈ രാത്രി എന്തായാലും രാത്രി ഒന്നും ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പോസ്റ്റ് ഇങ്ങനെ കുറുകെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം യാത്രക്കാരുടെ. ഈ പോസ്റ്റാണ് കിടക്കുന്നത്. അത് വെട്ടക്കുറവുള്ളത് കൊണ്ടാണ് നമുക്കിത് പൂർണ്ണമായും
എത്തിക്കാൻ കഴിയാത്തത്. ഇവിടെ എങ്ങും തന്നെ വൈദ്യുതി ഇല്ല. വരുന്ന കാൽനട യാത്രക്കാരുടെ വെട്ടം ഉപയോഗിച്ചാണ് ഞാൻ ഇത്രയെങ്കിലും ഈ തത്സമയം ചെയ്യുന്നത്. ദയവായി ഈ യാത്രക്കാർ ശ്രദ്ധിക്കുക. ഇത് പോസ്റ്റ് കുറുകെ വീണ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ടുണ്ട്. ഏകദേശം ഇവിടുന്ന് മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ഈ വെള്ളക്കെട്ട് കൃഷിഭവൻ്റെ അതുവരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളവും വളരെ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ മരവും ഒക്കെ മുറിഞ്ഞ് വീണ് റോഡിൽ കിടക്കുന്നത്. അത് നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം കാരണം ഇവിടെ തൊട്ടടുത്ത ഈ റോഡ് ബിവറേജ് കോർപ്പറേഷനിലേക്ക് പോകുന്ന റോഡാണ്. അതുകൊണ്ട് പ്രേക്ഷകർ മിക്കവാറും ആൾക്കാർ കാൽനട യാത്രക്കാർ ഉള്ള സ്ഥലമാണിത്. ദയവായി ശ്രദ്ധിക്കുക. ഇവിടെ മരം വീണ് ആൽമരം മറിഞ്ഞു വീണ് കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ, ഇതിനപ്പുറം വീണ് കിടക്കുന്ന പോസ്റ്റുകളൊന്നും പോയി എടുക്കാൻ കഴിയത്തില്ല. കാരണം ഇതിന് അത്രയധികം വലിയൊരു മരമാണ്. എനിക്കത് അപ്പുറം കടന്നു പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മരം കുറുകെ വീണ് കിടക്കുകയാണ്. വാഹനങ്ങളൊക്കെ വന്നുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ. അത് അത്രയും രൂക്ഷമായ വെള്ളക്കെട്ടായി കഴിഞ്ഞു. അല്പനേരം അരമണിക്കൂർ മുമ്പാണ് ഈ മരം ഇങ്ങനെ ഇവിടെ വീണത്. എന്തായാലും വെട്ടത്തിൻ്റെ കുറവ് കൊണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ, മഴയും അതിരൂക്ഷമായി ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെട്ടക്കുറവും കൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. വെട്ടത്തിൻ്റെ അഭാവം ഉള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ തത്സമയം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.